എൻ്റെ ആ മോൻ്റെ ആ ചെറുതിലാ കിടന്ന ആ രംഗമൊക്കെ എനിക്കത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ വിചാരിച്ചോണ്ടിരിക്കും, അന്ന് എൻ്റെ മോനെ ഞാൻ എത്ര ബുദ്ധിമുട്ടിയെങ്കിലും എൻ്റെ കൊച്ചിനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാമായിരുന്നു എന്നിനെ ഇപ്പം എനിക്ക് തോന്നുന്നു. ഇനി തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ മാത്രം എന്തിനിങ്ങനെ ഒഴിവാക്കി, മോളെ നിങ്ങൾ മറ്റു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല, എന്നെ എന്തിനാണ് വിടാത്തെന്ന് എൻ്റെ മോൻ പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് മറുപടിയൊന്നും ഇല്ല. ഓരോരുത്തർ ചോദിക്കുമ്പം ഞാനിപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും, എൻ്റെ കൊച്ചിനെ ഞാൻ അന്ന് എന്തെങ്കിലും ചെയ്ത് എൻ്റെ കൊച്ചിനെ ആക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും അവൻ്റെ ഒരു കാര്യങ്ങൾ നടക്കും. പിടിച്ചിരുത്താൻ പോലും പറ്റില്ലായിരുന്നു. ഒരു 10-12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കിടത്തിൽ തന്നെ നിർത്തിയിരുത്താനുള്ള ആ ഒരു ഇത് വന്നത്. കൂടെ ഉള്ള പയ്യന്മാർ അവർ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എൻ്റെ മോൻ ഇവിടെ ഇരുന്ന് മനസ്സിലവന് നല്ല വിഷമവും കാര്യങ്ങളും അത് എനിക്കും അറിയാം. എൻ്റെ മോനെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ അതൊന്നും ഞാൻ അവൻ്റെ കൂടെ അങ്ങനെ ഇത് കാണിക്കില്ല. അവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യത്തിലാണ് എണീക്കുകയും ഇരിക്കുകയും നീങ്ങയൊക്കെ അങ്ങനെ തിരിച്ച് അങ്ങനെയാണ് ഇത്ര മേലെ കൊണ്ടെത്തിച്ച്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളെ കാലം കഴിഞ്ഞാലേ അവൻ്റെ ആരുമില്ല. അതുകൊണ്ട് എനിക്കത് 100 വട്ടം സമ്മതമാണ്. ഇപ്പൊ ചെറുപ്പം മുതലാണെങ്കിലും അരുണിന് സ്വന്തമായിട്ട് നടക്കണം എന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആഗ്രഹമുണ്ട്, ആരെയും ആസ്വദിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഒരു വാശി എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതിനെ കുറച്ച് പേര് ഇത്രയും ധൈര്യം അങ്ങ് പാലക്കാട്ടിൽ നിന്ന് തന്നെ ചെന്ന് കൊണ്ടുവരാൻ ഇവൻ ഇത്രയും ധൈര്യം ഇവിടെ നിന്ന് കൊടുത്തു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എനിക്കൊന്ന് പറയാന്ന് വെച്ചാൽ എനിക്കങ്ങ് വളരെ സന്തോഷമായിരുന്നു. വന്നപ്പോഴേ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഒത്തിരി പേര് അവൻ്റെ മോനെ കളിയാക്കിയിട്ടുമുണ്ട്, ഒരുപാട് പേര് കളിയാക്കിയിട്ടുമുണ്ട്. വീട്ടുകാർ തിരിച്ചു വിളിക്കും എന്നൊരു വിശ്വാസം ഉണ്ടോ? അമ്മ ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് അമ്മ ഇരിക്കുന്നത്. മോന്റെ കല്യാണം, മോൻ പറഞ്ഞു ചെറുപ്പത്തിൽ മോന് സംഭവിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിലെ മോന്റെ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ? മോനെ പ്രസവിച്ചപ്പോഴേ കയ്യും കാലൊന്നും വളരെ നൂരൊന്നുമില്ലായിരുന്നു. കാലും കൈയൊക്കെ നല്ല മടങ്ങുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനെ എണീറ്റിരിക്കാനും നമുക്ക് പിന്നെ അവനെ തോളിലിടാനും ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. ഒരു 10-18 വയസ്സ് വരെയൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്കൂളിലൊന്നും കൊണ്ടാക്കാനൊന്നും പറ്റാത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശേഷമാണ് അവനെ കുറേശ്ശെ നമ്മൾ ഡോക്ടറൊക്കെ കൊണ്ടുവന്നൊക്കെ കാണിച്ചപ്പോഴും എല്ലിനാണ് കുഴപ്പമെന്നാണ് പറഞ്ഞത്. വേറെ അസുഖങ്ങളായിട്ടൊന്നുമില്ല. എല്ല് വളർച്ച കുറവാണ്. അങ്ങനെ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ നമുക്ക് മനസ്സിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു മോനെപ്പറ്റി. ഇത്രയും എത്തുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു ദയം മാത്രമെന്ന് എനിക്കിപ്പോഴും പറയാൻ കഴിയും. ഇത് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല. എൻ്റെ മോൻ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കാണുമെന്നും ഇങ്ങനെ ഒരു കുടുംബം പെൺകുട്ടിയെ കൊണ്ടുവരുമെന്നും ഒരു കുടുംബമാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം അവൻ്റെ ഒരു കഴിവെന്ന് പറയാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറുപ്പത്തിലാണെങ്കിൽ തന്നെ പഠിച്ചെന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. അത് സ്കൂളിൽ ആ സമയം ഞങ്ങൾക്ക് കൊണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. എന്നുവെച്ചാൽ ആ മോൻ്റെ അപ്പോഴത്തുള്ള നിലപാട് അവനെ ഒരു പിടിച്ചിരുത്താൻ പോലും പറ്റില്ലായിരുന്നു. ഒരു 10-12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കിടത്തിൽ തന്നെ നിർത്തിയിരുത്താനുള്ള ആ ഒരു ഇത് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യത്തിലാണ് എണീക്കുകയും ഇരിക്കുകയും നീങ്ങയൊക്കെ അങ്ങനെ തിരിച്ച് അങ്ങനെയാണ് ഇത്ര മേലെ കൊണ്ടെത്തിച്ച്. എല്ലാം അവൻ്റെ ഒരു ധൈര്യം
ആണ് അവനെ എത്രയും കൊണ്ട് എത്തിച്ചത്. എത്തിച്ച് ഇപ്പൊ ആരും പറഞ്ഞു എനിക്ക് മറ്റുള്ളവർ നടക്കണ കാണുമ്പോ അത് അവൻ്റെ മോൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ നടക്കുന്ന പോലെയും. മറ്റുള്ള അവൻ്റെ കൂടെ ഉള്ള പയ്യന്മാര് അവർ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എൻ്റെ മോൻ ഇവിടെ ഇരുന്ന് മനസ്സിലവന് നല്ല വിഷമവും കാര്യവും അത് എനിക്കും അറിയാം. എൻ്റെ മോനെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ അതൊന്നും ഞാൻ അവൻ്റെ കൂടെ അങ്ങനെ ഇത് കാണിക്കില്ല. പിന്നെ അതൊക്കെ മനസ്സിലുണ്ട്. അവൻ്റെ കൂട്ടുകാരന്മാർ വണ്ടിയിൽ പോകുമ്പോഴും അവർ ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ പോകുന്നതും ഇതൊക്കെ അവിടെ ഇരുന്ന് അവൻ കാണുമ്പോഴും അവന് മനസ്സിൽ വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി തന്നെ എണീക്കണം അതിന് ശേഷം ആണ് അവന് എല്ലാം അവൻ്റെ സ്വന്തമായിട്ടുള്ള ഈ പിന്നെ സ്കൂളിൽ പോകാനുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ അന്നത്തെ ആ സാഹചര്യത്തിൽ കൊണ്ടാക്കാനും പോകാനും ഒന്നും പറ്റില്ലായിരുന്നു. ഇപ്പം ഉള്ളതുപോലുള്ള ഇത് അന്ന് സ്കൂളിൽ ഇങ്ങനെ ഒരു ഇവരെ നോക്കാനായിട്ടുള്ള ഒരു ഇതില്ല, ഞങ്ങൾക്കും കൊണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്. ആ സമയമൊക്കെ അവനെ കൊണ്ടിരുത്താൻ പറ്റില്ലായിരുന്നു. നമുക്ക് അവനെ സ്കൂളിലാക്കണമെന്നും പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ്റെ ആ ഒരു ഇതിൽ എൻ്റെ മോനെ അങ്ങനെ കൊണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഇതേപോലെ ചേച്ചിയുടെ ബുക്ക് ഒക്കെ ഇവിടെ കിടക്കുമ്പോൾ എടുത്തൊക്കെ വായിക്കുകയും നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് എല്ലാ കാര്യവും സ്വന്തമായിട്ട് തന്നെ ഇപ്പം ഈ ലോട്ടറി തന്നെ കൊണ്ടുപോയി അതും അവനെല്ലാം സ്വന്തമായിട്ട് തന്നെ എല്ലാം അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ സ്വന്തമായിട്ട് തന്നെ നോക്കുന്നത് ഇന്ന് വരെ. ഇപ്പൊ ഇങ്ങനൊരു ഇതിലേക്ക് എടുത്തപ്പോഴും അമ്മയുടെ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു അമ്മ? എന്നോട് എല്ലാ കാര്യവും പറയും, എല്ലാ കാര്യവും പറയും. ആദ്യം എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഇങ്ങനെ ഫോൺ ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും ആരെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിക്കുകയായിരിക്കുമെന്നാണ് പിന്നെ ആദ്യം വിചാരിച്ചത്. പിന്നീടായപ്പോഴാണ് ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ചേച്ചിയും എന്നെയും വിളിച്ച് കാര്യം പറഞ്ഞ് ഇങ്ങനെ അമ്മാനെ ഇങ്ങനെ എടുത്ത് ഇന്നൊരു കൊച്ചുമായിട്ട് നമുക്ക് ഉടനെ 4-5 പേർക്കൊക്കെ പോയി ചെന്ന് നമുക്ക് അവിടെ കൊച്ചിനെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ദിവസം പോവാം. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ 4-5 പേരായിട്ട് പോകാനായിട്ട് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ 4-5 പേരായിട്ട് പോകാനായിട്ടൊക്കെ ഇരുന്നപ്പോഴാണ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ആരും വരണ്ട. അവർ പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് സന്ധ്യയുടെ വീട്ടിലുള്ളവർക്ക് ഇങ്ങോട്ട് തിരുവനന്തപുരത്തോട്ട് അയക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ വേണ്ട, നമുക്ക് ഇവിടെ വെച്ച് തന്നെ അതാ. അപ്പോൾ അവനും പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയെങ്കിൽ വേണ്ട, നമുക്ക് സംസാരിക്കാം അല്ലാതെ ഒരു പിന്നീട് ഇപ്പം പിന്നെ ഇവർ സംസാരിച്ച് അവർ പിന്നെ ഇതായി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എന്നെ വിളിക്കും, എന്നും വൈകുന്നേരം ആകുമ്പോൾ മോളെന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ റെഡിയാണ്, എൻ്റെ മോൻ വരും എങ്കിൽ മോളവിടെ നിന്ന് വീട്ടുകാർ അറിയാതെ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം പറഞ്ഞു എന്നാൽ ശരി, നിനക്കും അതിനുള്ള ധൈര്യമുണ്ട് മോനും ധൈര്യമുണ്ട്, എങ്കിൽ 2 പേർക്കും അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ എങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വരാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ സഹോദരൻ്റെ മോളും എൻ്റെ ഒരു കൂട്ടുകാരനും അത് 3 പേരും കൂടെ ആയിട്ടൊന്ന് പോയി ചേർന്നു കൊണ്ടുപോരെന്ന് പറഞ്ഞു. വെളുപ്പിലെ രാജേഷ് കൂട്ടുകാരൻ്റെ പേര് രാജേഷ്. അങ്ങനെ ഒരു വെളുപ്പിലെ 2:30 മണിയായപ്പോൾ ഇവിടെ എത്തി. അതിന് വളരെ സന്തോഷമുണ്ട്. ഇനി എൻ്റെ മോനെ പറ്റി എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും ഒരു കുടുംബമൊക്കെ ആയി അവർ വലിയ സന്തോഷമായിട്ടൊക്കെ എൻ്റെ മോൻ ഇങ്ങനെ ആയല്ലോ എന്നുള്ള ഒരു വിഷമം ഒക്കെ എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ വിഷമമെല്ലാം മാറി. ഏറ്റവും വലിയൊരു സന്തോഷമാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല. ഞാനത് ഒരിക്കലും എൻ്റെ ആ മോൻ്റെ ആ ചെറുതിലാ കിടന്ന ആ രംഗമൊക്കെ എനിക്കത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉള്ളവരും എൻ്റെ അയൽക്കാരും എൻ്റെ കൂടെ അറിയാവുള്ളവരെല്ലാവരും എന്നോട് ചോദിക്കും നീ നിൻ്റെ മോനെ സ്കൂളിൽ വിടാത്തതെന്ന് ഇങ്ങനെ പലവരും എന്നോട് ചോദിക്കും. അപ്പം എനിക്കതിൽ വിഷമമുണ്ട്. എൻ്റെ കുട്ടി എനിക്ക് 5 ക്ലാസ് പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ആ ഒരു ഇതിൽ
എനിക്ക് വിടാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കും മോനെ സ്കൂളിൽ വിടാത്തത്, മോനെ സ്കൂളിൽ വിടാത്തത്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ വിടാൻ പറ്റില്ല. അവൻ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്, എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ മാത്രം നിങ്ങൾ എന്തിനിങ്ങനെ ഒഴിവാക്കി, മോളെ നിങ്ങൾ മറ്റു ക്ലാസ്സെങ്കിലും പഠിപ്പിച്ചില്ല, എന്നെ എന്തിങ്ങനെ വിടാത്തതെന്ന് എൻ്റെ മോൻ പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്ക് മറുപടിയൊന്നും ഇല്ല പറയാൻ. അപ്പോൾ ഞാൻ പറയും മോനെ നിന്നെ അന്ന് അങ്ങനെ അല്ല, നിൻ്റെ ഈ ഇതവസ്ഥ അങ്ങനെ അന്ന് അതായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ സ്കൂളിലൊന്നും വിടാൻ പറ്റാത്തത്. പിന്നെ എൻ്റെ മോനെ അപ്പോഴും എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവന് ഇവിടെ ഇരുന്നെങ്കിൽ അവന് എല്ലാം മനസ്സിലാക്കി അവൻ തന്നെ ഇരുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അവിടെ ബുദ്ധിമുട്ട് പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് തരല എല്ലാം എനിക്ക് ഭഗവാന്റെ എനിക്കെല്ലാം നന്ദി പറയാൻ പറ്റും. എല്ലാം തരണം ചെയ്ത് എൻ്റെ അവൻ്റെ ഒരുത്തൻ്റെ ഇത്രയും ഇങ്ങനെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒരു പെണ്ണിനെ തന്നെ കണ്ടുപിടിച്ച് അതിന് എന്നിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തു അവന് എവിടെയെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിന് ആര് പെണ്ണ് കൊടുക്കും, അവനിങ്ങനെ ഇരിക്കണതല്ലേ, പിന്നെ അങ്ങനെ ഏത് പെൺകുട്ടി അങ്ങനെ അവന് അതനുസരിച്ച് അത് അങ്ങനെ കണക്കാക്കി ഏത് ഒരു പെൺകുട്ടി ഇങ്ങനെ വരാൻ പറ്റില്ല, ആരും വരില്ലല്ലോ എന്ന് എൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അവനെ കൂടെ ഉള്ളവരെല്ലാം അല്ല, അപ്പോൾ അവനെവിടെയെങ്കിലും ഞാൻ പറഞ്ഞാൽ അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല, നടക്കില്ല എന്നിങ്ങനെയാണ് ഞാൻ എല്ലാവരോടും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് വളരെ സന്തോഷമാണ്, എൻ്റെ മോൻ ഇത്രയും കൊണ്ടെത്തിച്ചല്ലോ എന്നുള്ള മനസ്സിന് എനിക്ക് സന്തോഷമുണ്ട്. ആ ചെറുപ്പത്തിലുള്ളൊരു ആത്മധൈര്യം, ആ ചെറുപ്പത്തിൽ എൻ്റെ മോൻ ഇരുന്ന ആ ഒരു ഇത് എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ താങ്ങുന്നില്ല. ഞാൻ പിന്നെ എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ അവൻ്റെ ഒന്നും പറയില്ല. എന്നെ എന്തെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ കേട്ടോണ്ട് അങ്ങ് ഇറങ്ങിപ്പോവും. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്ത് ദേഷ്യം വന്നിട്ടിട്ട് ഞാൻ അങ്ങ് പോകും. അവനോട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് പോകും അവൻ ഒരിടത്ത് ഇരിക്കുകയല്ലേ, അപ്പം അവൻ്റെ ആ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവൻ്റെ ആ വയ്യായികയൊക്കെ ആയിരിക്കും എന്നോട് ആ ദേഷ്യം കാണിക്കണമല്ല എന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോകും. അങ്ങനെ പല പ്രാവശ്യം എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്നെങ്കിലും നിങ്ങൾ എൻ്റെ ക്ലാസ് പഠിപ്പിക്കാത്തത് എന്നതിനെ പല പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അന്നാണോ ആലോചിച്ചത് എന്നാൽ വീട്ടിലിരുത്തി പഠിപ്പിക്കാം? എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മോനെ ഇനി പഠിക്കണമെന്ന് വലിയൊരു താല്പര്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചിനെ ഞാൻ വിളിച്ച് ഒരു 3-4 ക്ലാസ് വരെയുള്ള ബുക്ക് ആ കൊച്ച് വന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അക്ഷരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ ആ കൊച്ചിന് പിന്നെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ആ അക്ഷരങ്ങളൊക്കെ അങ്ങനെ അക്ഷരങ്ങൾ പഠിപ്പിച്ചാണ്. പിന്നെ ഇവിടെ അടുത്തൊരു വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മോൾ എടുത്തുകൊണ്ട് പോകും. അന്നൊന്നും ഒരു 12 വയസ്സ് വരെ എണീച്ച് നടക്കുകയൊന്നുമില്ല. അപ്പോൾ എൻ്റെ മോളാണ് അടുത്തൊരു വീട്ടിൽ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി അവിടെ ചെന്നിരുന്ന് പഠിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവൾ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടാകും. പിന്നീടായപ്പോൾ തന്നെ സ്വന്തമായിട്ട് ഏത് പേപ്പർ കണ്ടാലും ബുക്ക് കണ്ടാലും അവൻ തന്നെ സ്വന്തമായിട്ട് എടുത്തു അക്ഷരം കൂട്ടിയൊക്കെ വായിച്ചു എടുത്തു. വിദ്യാഭ്യാസം. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചോണ്ടിരിക്കും അന്ന് എൻ്റെ മോനെ ഞാൻ എത്ര ബുദ്ധിമുട്ടിയെങ്കിലും എൻ്റെ കൊച്ചിനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാളായിരുന്നു എന്നിനെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇനി തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ കൊച്ചിനെ ഞാൻ അന്ന് എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിനെ ഞാൻ കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പം മനസ്സിൽ വിചാരിച്ചു. അന്നത്തെ സാഹചര്യം എനിക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ ഓരോരുത്തർ ചോദിക്കുമ്പം ഞാനിപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും എൻ്റെ കൊച്ചിനെ ഞാൻ അന്ന് എന്തെങ്കിലും ചെയ്ത് എൻ്റെ കൊച്ചിനെ ആക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും അവൻ്റെ ഒരു കാര്യങ്ങൾ നടക്കുള്ളൂ. അച്ഛനാണെങ്കിലും ഫുൾ ടൈം അച്ഛൻ തന്നെ കൂടുതലും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഈ മോളെ കൊണ്ടുവരുന്നവരെയും അവൻ്റെ ഡ്രസ്സൊക്കെ അച്ഛൻ തന്നെ കഴുകും. പിന്നെ ഞാൻ ഉള്ളപ്പോൾ ഞാൻ കഴുകിയിട്ട് കൊടുക്കും, അച്ഛൻ ഉള്ളപ്പോൾ അച്ഛൻ കഴുകിയിടും. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ മാറിയൊക്കെ ചെയ്യുന്നത്. നോക്കാനായിട്ട് ഒരാളെ തന്നെ കണ്ടുപിടിച്ച് അങ്ങനെ വിളിച്ചോണ്ട് വന്നല്ലോ, തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നില്ലേ? അതെ അത് രണ്ടും വളരെ സന്തോഷം. അല്ല അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ കൂട്ടുകാരികളായിരുന്നു അല്ലെങ്കിൽ അടുത്തുള്ളവരൊക്കെ അവരൊക്കെ ഇതെല്ലാം കണ്ടതിൻ്റെ ഫോട്ടോ അപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ ഓടി വന്നു. അയ്യോ അപ്പൊ എൻ്റെ മോനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുട്ടാന്നാ വിളിക്കുന്നത്.
അപ്പോൾ അയ്യോ കുട്ടൻ വെടി, കുട്ടൻ പെണ്ണ് കെട്ടിയ, കുട്ടൻ പെണ്ണ് കെട്ടിയ എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തുള്ളൊരു പിന്നെ എന്നാലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പെട്ടെന്ന് പറയാനുള്ള സാഹചര്യമൊന്നും അല്ലായിരുന്നു, ഇത് പെട്ടെന്നായിരുന്നു എന്നാണ്. അപ്പോഴും എന്നാൽ പിന്നെ കുറച്ച് പേർക്ക് വളരെ സന്തോഷം. എല്ലാം നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവരും അയൽവക്കക്കാർക്ക് എല്ലാവരും അവനെ പറ്റി നല്ല അഭിപ്രായങ്ങളില്ല. അവൻ ചെയ്തത് നല്ലതാണ്, അവനെപ്പോഴായും ഒരു കൂട്ട് വേണം, നിങ്ങളെ അച്ഛനും അമ്മയും ഒന്നും അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുമോ, അപ്പോൾ അവനൊരു കൂട്ട് വേണ്ടേ, അപ്പോൾ അത്രയും ഒരു ഇത് കാണിച്ചൊന്നും നല്ലത് എന്നുള്ള ഇതുണ്ട്. സന്തോഷത്തിലായിരിക്കുന്നു പോവാണ്. പോവുകയാണ്. സ്വന്തക്കാരെ വിളിച്ചിട്ട് അമ്മയോട് എന്താ പറഞ്ഞു? എല്ലാവർക്കും വളരെ സന്തോഷം. എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മക്കളെല്ലാവർക്കും അവരെല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കുന്നത്. ഒരു അതീവ സന്തോഷത്തിലൂടെയാണ് കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കാരണം ആരും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒട്ടും ആരല്ലെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ആൾക്കാരായാലും മോൻ്റെ അച്ഛൻ്റെ ആൾക്കാരായാലും ഞങ്ങളുടെ ആരും ഒറ്റ മനുഷ്യനും എൻ്റെ മോനെ പറ്റി ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ അന്നത്തെ അവൻ്റെ ആ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ആരും വിചാരിച്ചില്ല അവൻ ഇത്രയും മേലാവുമെന്നും. എൻ്റെ വലിയമ്മയുടെ മക്കളെ തന്നെ ഇടി അവനെ ഇപ്പോഴും അവനെ കണ്ടാൽ എനിക്ക് ആളറിഞ്ഞൂടാ, അവൻ ഇത്രയും ഇതാവുമെന്നും. അവൻ അന്നത്തെ മുമ്പത്തെ അവസ്ഥ അവൻ്റെ അത് കാണുമ്പോഴെല്ലാവരും ചോദിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു അവൻ്റെ എല്ലാവൻ്റെ ഒരു കഴിവാണ്, ഭഗവാൻ അവനൊരു കഴിവ് കൊടുത്തെന്ന് തോന്നില്ല, ഞാൻ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഭഗവാൻ അവനൊരു കഴിവ് കൊടുത്തെന്നാണ് പറയാൻ എല്ലാ കാര്യത്തിനും. അരുണ, ഈ അമ്മ പറയും പോലെ ഈ ഒരു ആത്മധൈര്യം അതെങ്ങനെ വീണ്ടെടുത്തു? എല്ലാത്തിനും അതിൻ്റെ ഒരു ധൈര്യം. എന്തോ വരണവശ കാണാന്ന് വെച്ചിട്ടുള്ള ഇപ്പൊ ചെറുപ്പം മുതലാണെങ്കിലും അരുണിന് സ്വന്തമായിട്ട് നടക്കണം എന്നുണ്ടായിരുന്നു, അതല്ല എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. ആഗ്രഹമുണ്ട്, ആരെയും ആസ്വദിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്, അങ്ങനെ ഒരു വാശി എനിക്ക് എപ്പോഴും ഉണ്ട്. ആ വാശിയിൽ നിന്നാണോ ഈ ഉയർത്തെഴുന്നേൽപ്പ്? അതെ, ഇത് എന്തെന്ന് വെച്ചാൽ എൻ്റെ മോനും ആ വാശി വരാൻ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് എൻ്റെ കുടുംബത്തിൽ നിന്നായാലും ശരി, എന്ത് ബന്ധുക്കളായാലും ശരി, വെളിയിലുള്ള ഏകദേശം നമുക്കത് ഒത്തിരി പേര് എൻ്റെ മോനെ കളിയാക്കിയിട്ടുമുണ്ട്, ഒരുപാട് പേര് കളിയാക്കിയിട്ടുമുണ്ട്. എന്ത് പറഞ്ഞായിരുന്നു കളിയാക്കുന്നത്? എന്ന് വെച്ചാൽ കളിയാക്കുന്ന വെച്ചാൽ അവ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇതും വയ്യായികയും, പിന്നെ അവനിപ്പം ഈ കല്യാണം ഇങ്ങനെ ഒരു കുടുംബം ആവുമെന്നും മറ്റൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ അപ്പം എൻ്റെ മോൻ ആ ഒരു കളി അപ്പം അവന് ആ വാശി അവനെ കൊണ്ടെത്തിച്ചു. അപ്പം നമുക്ക് ഈ പറയുന്നവരെ മുമ്പേ കുറച്ചുകൂടെ നമുക്ക് ഇതായിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആത്മധൈര്യം അവന് മനസ്സിൽ. അത് ഞാൻ പറഞ്ഞില്ല, ദൈവത്തിൻ്റെ ഒരു കളി അത്രയേ ഉള്ളൂ, എനിക്കതേ പറയാൻ പറ്റും. അതിൻ്റെ ദൈവം എനിക്ക് എൻ്റെ മോന് എപ്പോഴും കൂട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട്. പക്ഷെ എൻ്റെ അതല്ല, എൻ്റെ മോൻ ഇത്രയും ധൈര്യം അവൻ കാണിച്ചവന് ഇറങ്ങില്ല. അവൻ്റെ എല്ലാത്തിനും ഒരു വാശി വന്നു കഴിഞ്ഞാൽ അവൻ ആ വാശിയിൽ എല്ലാം നേടിയെടുക്കും. ആ ഒരു ധൈര്യത്തിലാണ് അവരുടെ ഇത്രയും അതിനെ കുറച്ച് പേര് ഇത്രയും ധൈര്യം പാലക്കാട്ടിൽ നിന്ന് തന്നെ ചെന്ന് കൊണ്ടുവരാൻ അവൻ ഇത്രയും ധൈര്യം ഇവിടെ നിന്ന് കൊടുത്തു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ. അവനൊരു ധൈര്യം ദൈവം കൊടുത്തതാണ്, അതാണ് അവൻ ഇത്രയും ധൈര്യം വന്നത്. ഞങ്ങൾക്ക് പോലും ആ ധൈര്യം കിട്ടില്ല, പക്ഷെ അവൻ ആ ധൈര്യം വന്നല്ല. പറഞ്ഞു അതാണ് അവൻ പാലക്കാട്ട് തന്നെ പോയി ചെന്ന് ഇത്രയും ഈ എനിക്കറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എവിടെയാണ് വീടെന്ന് പോലും എനിക്കറിയില്ല. അങ്ങ് പോകുന്നത്. പിന്നെ പുള്ളിക്കാരിയും നല്ല ധൈര്യം കൊടുക്കുന്നുണ്ട്, പുള്ളിക്കാരി നല്ല സംസാരിക്കും. അവർ തങ്ങളിൽ അവർ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കോണ്ടാക്ട് ചെയ്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരം അവളും കൂടെ ഒക്കെ ധൈര്യം കൊടുത്തപ്പോഴാണ് കുറച്ചുകൂടെ അവന് ധൈര്യം. ശരിക്കും ഇവിടുന്ന് പോയി പാലക്കാട് എത്തി ഇവിടെ വിളിച്ചോണ്ട് വന്ന വഴി അമ്മയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? എനിക്കൊന്നും പറയാന്ന് വെച്ചാൽ എനിക്ക് അങ്ങ് വളരെ സന്തോഷമായിരുന്നു. വന്നപ്പോഴേ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് കിട്ടിയത് പോലുള്ള ഒരു സന്തോഷവും ഒരു ഇതായിരുന്നു. ഞാൻ എന്ത് പറയാൻ, എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു പോയപ്പോ അമ്മയ്ക്ക് പേടി ഉണ്ടായിരുന്നോ? എന്താ മോൻ പോയിട്ട് വരുന്നേരം വരെ എനിക്ക് ഉള്ളിൽ
നല്ല ഒരു എന്ന് വെച്ചാൽ ഇത്രയും ദൂരം നാം അങ്ങനെ പോയിട്ടില്ലല്ലോ. കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ദൂരോട്ട് പോകുന്നല്ലാതെ ഈ ഒറ്റയ്ക്കൊന്നും ഇത്രയും പാലക്കാട് വരെയും ഇത്രയും ദൂരമൊന്നും നാം പോയിട്ടില്ല. അപ്പം പോയിട്ട് വരുന്നവരെ വരെയും എനിക്ക് മനസ്സിൽ ഒരു അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛാ, മോന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ അവസ്ഥ? ഈ അവസ്ഥ സംസാരിച്ചോ. ഞാൻ എനിക്ക് വലിയ സന്തോഷമുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ കാലം കഴിഞ്ഞാൽ അവന് ആരുമില്ല. അതുകൊണ്ട് എനിക്കത് 100 വട്ടം സമ്മതമാണ്. സന്തോഷമാണ്. അതെ. കാരണം ഇത്ര നാളും അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ കൂട്ടായിട്ട് നിന്നേന്ന് പറഞ്ഞിരുന്നു, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കൂട്ടായിട്ട് മോളുണ്ടല്ലോ. എല്ലാവരും നമ്മളങ്ങ് കളയാൻ പോണില്ലല്ലോ രണ്ടുപേരെ. നമുക്ക് സന്തോഷമുള്ളൂ. എനിക്ക് ഫുൾ സപ്പോർട്ട് എല്ലാത്തിനും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. എന്താ നിങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ? പരിപാടി നന്നായിട്ട് ജീവിക്കണം. കളഞ്ഞ നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ല. കളിയാക്കിയവരുടെ മുമ്പിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കണം. നന്നായിട്ട് ജീവിക്കണം. വീട്ടുകാർ തിരിച്ചു വിളിക്കും എന്നൊരു വിശ്വാസം ഉണ്ടോ? ഇല്ല. എനിക്കതില്ല. എനിക്ക് പ്രതീക്ഷയില്ല. അവരെങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കെന്തോ പ്രതീക്ഷയില്ല. എനിക്ക് കുഴപ്പമില്ല, എല്ലാം റെഡിയാവും, എല്ലാം നേരെയാവും. അവർ തിരിച്ചു വിളിക്കട്ടെ. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും.